ഏസർ എന്ന ബ്രാൻഡിന്റെ ഏസർ 1 ലിക്വിഡ് S272E4 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ലോഞ്ച് ഡേറ്റ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് കൺഫേം ആയിട്ടുണ്ട്. ഇപ്പം ഏസർ കുറച്ച് കാലമായിട്ട് അവരുടെ ഫോണുകൾ ഇറക്കുന്നില്ലായിരുന്നു. ഇപ്പം പുതിയൊരു സ്മാർട്ട് ഫോൺ അവർ ഇറക്കാൻ പോകുന്നുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഏസർ 1 ലിക്വിഡ് S272E4 എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണിൽ 6.745 ഇഞ്ചിന്റെ HD+ ഡിസ്പ്ലേ ആയിരിക്കും വരിക. ഇതിൽ ഫുൾ HD റെസൊല്യൂഷൻ വരാൻ ചാൻസ് ഇല്ല. വിലയും അതിനനുസരിച്ചിട്ട് അത്യാവശ്യം കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിലായിരിക്കാൻ തന്നെയാണ് സാധ്യത. പിന്നെ LCD പാനലുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ചേ വരുള്ളൂ. പഞ്ചുവൽ ഡിസൈൻ ഇതിൽ വരാൻ സാധ്യതയില്ല. അതുപോലെ തന്നെ കൂടിയ റിഫ്രഷ് റേറ്റും സപ്പോർട്ട് ചെയ്യില്ല. 60 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഇതിൽ വരാൻ ചാൻസ് ഉള്ളൂ. അപ്പം വളരെ ബേസിക് ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മാത്രമായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരിക. വിലയും അതിനനുസരിച്ചിട്ട് കുറവാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കാര്യമായിരിക്കും. പിന്നെ ഫോണിന്റെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് 5ന്റെ പ്രൊട്ടക്ഷൻ വരുന്നതായിരിക്കും. അത്യാവശ്യം കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ അത് നല്ലൊരു കാര്യമായിരിക്കും. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ഇതിൽ വന്നേക്കാം. ഫോണിന്റെ വെയിറ്റ് വരിക ഏകദേശം 200 ഗ്രാം ആയിരിക്കും. തിക്നെസ് വരിക 8.9 mm ആയിരിക്കും. പിന്നെ പ്രോസസ്സറിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ MediaTekന്റെ Helio P35 എന്നുള്ള പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. ഇത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു 4G പ്രോസസ്സറാണ്. ഇപ്പം ഈ ഒരു പ്രോസസ്സറിന്റെ വില എന്ന് പറയുന്നത് മാക്സിമം നമുക്ക് ഒരു 8000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് എക്സ്പെക്ട് ചെയ്യാം. അതിലും കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ വരാൻ തന്നെയാണ് സാധ്യത കൂടുതൽ. 6000-7000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ എന്ന് പറയാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സറാണ് എന്ന് പറയാം. പിന്നെ 5G സപ്പോർട്ടൊന്നും ഉണ്ടാവില്ല. മാക്സിമം 4G സപ്പോർട്ടേ ഇതിൽ വരുള്ളൂ. ഈ ഒരു ഫോണിൽ 4GB റാമും 64GB ഇന്റേണലൊക്കെ വരുന്നതായിരിക്കും. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ടൊക്കെ ഈ ഫോണിൽ വരും. പിന്നെ സിംഗിൾ സ്പീക്കർ വരാനാണ് സാധ്യത. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ടായിക്കൊള്ളണം എന്നില്ല. ആൻഡ്രോയിഡ് 14 ബേസായിട്ടുള്ള സോഫ്റ്റ്വെയർ ആയിരിക്കും ഇതിൽ വരിക. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് വരുന്നതായിരിക്കും. 20 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസറും പിന്നെ 0.3 മെഗാ പിക്സൽ ഒരു സെക്കൻഡറി സെൻസറും ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ ഫ്രണ്ടിൽ 5 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ആയിരിക്കും വരിക. അപ്പം ബേസിക് ആയിട്ടുള്ള ഒരു ക്യാമറ സെറ്റപ്പ് ആയിരിക്കും ഈ ഒരു ഫോണിൽ വരിക. വില കുറവാണെന്നുണ്ടെങ്കിൽ അത് ഓക്കെയാണ്. പിന്നെ ബാറ്ററിയുടെ കാര്യത്തിൽ 5000 mAh ബാറ്ററി വരുന്നതായിരിക്കും. ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഉണ്ടാവില്ല. 10 വാട്ടിന്റെ ചാർജിങ് സ്പീഡേ ഇതിൽ വരുള്ളൂ. പിന്നെ Type C ചാർജിങ് പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. അപ്പം വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ബാറ്ററി സെറ്റപ്പ് ഇതിൽ വരാൻ സാധ്യതയുള്ളൂ. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ലോഞ്ച് ഡേറ്റിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മാർച്ച് 25-നാണ് ഈ സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ലോഞ്ച് ഡേറ്റ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് കൺഫേം ആയിട്ടുണ്ട്. വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും ഫീച്ചേഴ്സ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ മിക്കവാറും ഈ ഫോണിന്റെ വില ഒരു 8000 രൂപയ്ക്ക് താഴെ ആയിരിക്കും വരിക. നമുക്ക് ഒരു 6000-7000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. കൺഫർമേഷൻസ് ഒന്നുമില്ല. ഫീച്ചേഴ്സ് ഒക്കെ വെച്ചിട്ട് നമ്മുടെ ജസ്റ്റ് എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും ഏസറിന്റെ ഏസർ 1 ലിക്വിഡ് S272E4 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിലൊക്കെ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഒരു സ്മാർട്ട് ഫോണൊക്കെ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.